സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട് രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട് രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ തരേണമേ, ആത്മാക്കൾ തരേണമേ. ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ തരേണമേ, ആത്മാക്കൾ തരേണമേ. വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കമാണേ. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കമാണേ. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനെ വേലക്കാര് തരണേ, വേലക്കാര് തരണേ. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനെ വേലക്കാര് തരണേ, വേലക്കാര് തരണേ. ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ തരേണമേ, ആത്മാക്കൾ തരേണമേ. ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ തരേണമേ, ആത്മാക്കൾ തരേണമേ. ചെയ്ത നീതി പ്രവർത്തികളാൽ അല്ലേ, അല്ലേ. നാം ചെയ്ത നീതി പ്രവർത്തികളാൽ അല്ലേ, അല്ലേ. തൻ്റെ കരുണയാണേ എന്നെ രക്ഷിച്ചത്, തൻ്റെ കരുണയാണേ എന്നെ രക്ഷിച്ചത്. അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് നിത്യജീവൻ അവകാശിയായി, അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് നിത്യജീവൻ അവകാശിയായി, ഞാൻ നിത്യജീവൻ അവകാശിയായി. ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ തരേണമേ, ആത്മാക്കൾ തരേണമേ. ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ കൂടെയവനെ, ആത്മാക്കൾ തരേണമേ, ആത്മാക്കൾ തരേണമേ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കഴിയുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. ആമേൻ. സന്തോഷവും സമാധാനവും ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തിക്കും അനുഭവിക്കാനായി കഴിയും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ടുപേരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ അത്ഭുതമാണ്. ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് തൊടുപുഴയിൽ നിന്നുള്ള അഞ്ജന പറയുന്ന സാക്ഷ്യമാണ്. അഞ്ജനയുടെ ശരീരത്തിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുവാനിടയായി. അതേ തുടർന്ന് മരണം മുഖാമുഖം കണ്ടു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്നും കർത്താവ് അഞ്ജനയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കണ്ണിലും കൗളിലും കൺപോളയിലും കൗളിലും മുഴ വന്നതിനെ തുടർന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. വായിൽ നിന്നും മോണയിൽ നിന്ന് പഴുപ്പ് വരാനായി തുടങ്ങി.
പിന്നീട് മനസ്സിലായി ഇത് ക്യാൻസറാണെന്ന് മനസ്സിലായി. എന്നാൽ തൻ്റെ ലൈഫിൽ ദൈവിക സന്ദർശനം തനിക്ക് അനുഭവിക്കാനിടയായി. ഒരു രാത്രിയിൽ ഉറങ്ങുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നതായിട്ട് തനിക്ക് അനുഭവപ്പെട്ടു. അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡയറിയിൽ എഴുതി വെച്ചു മിറക്കിൾസ് ആർ നോർമൽ എന്ന്. അന്ന് മുതൽ തൻ്റെ ലൈഫ് ആ ഇരുട്ടിൻ്റെ പിടിയിൽ നിന്നും പുറത്തു വന്നു. ക്യാൻസർ എന്ന കൊല്ലുവാൻ നിന്ന രോഗത്തിൽ നിന്നും ആ മോളെ കർത്താവ് പൂർണ്ണമായി വിടുവിച്ചു. ഹല്ലേലൂയ. നമുക്ക് ആ സാക്ഷ്യം കാണാം. ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കില് മകൾ ഇങ്ങനെ എഴുതി മിറക്കിൾസ് ആർ നോർമൽ എന്ന് എഴുതി. ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു മകൾ പോയത്. അന്നേരം തന്നെ ഡോക്ടർ കൊണ്ട് ബോഡി വീക്കായപ്പോൾ പറഞ്ഞു അച്ഛനെ വിളിച്ചറിയിക്കണം. അച്ഛൻ ഇവിടെ വന്ന് സൗഖ്യമായതാണ്. ബ്രദർ തൊട്ട് സൗഖ്യമായത് നടക്കില്ലായിരുന്നു ആക്സിഡന്റ് വന്നിട്ട്. ഈ മുട്ട ശരിയാവട്ടെ. അമ്മ ഞാൻ അവിടെ പോവുകയും ചെയ്യും, ഈ വാക്കർ ഞാനിവിടെ ഇട്ടേച്ചു വരും, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നെ രക്ഷിച്ച ദൈവം വിശ്വസ്തനാ, അവൻ എൻ്റെ മോളെ കൈവിടില്ല. ബ്രദർ, കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ മകൾ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. മകളുടെ പേര് അഞ്ജന. ഈ മകൾക്ക് കണ്ണിൻ്റെ പോളയിലും കവിളിലുമായി മുഴയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. ആലുവയിലുള്ള ഹോസ്പിറ്റലാണ് കാണിച്ചത്. ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അവിടെ നിന്നും ട്രിവാൻഡ്രത്തുള്ള RCCയിലേക്ക് ഡോക്ടേഴ്സ് റെഫർ ചെയ്തു. ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോൾ തന്നെ മോളുടെ പല്ലിനും മോണയിലും നിന്നും പഴുപ്പ് വരാൻ തുടങ്ങി. മകൾക്ക് വെയിറ്റ് ആ സമയം 28 കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടേഴ്സ് പറഞ്ഞത് വെയിറ്റ് കുറവായതിനെ തുടർന്ന് ഹൈ ഡോസ് മെഡിസിൻ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പോൾ തന്നെ മോളുടെ ബോഡി വീക്കാവാൻ തുടങ്ങി, ശ്വാസമുട്ടൽ വരാൻ തുടങ്ങി. ഡോക്ടേഴ്സ് ഒട്ടും പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു മകൾ പോയത്. ഓക്സിജൻ്റെ അളവ് കുറയാൻ തുടങ്ങി. ആ സമയത്ത് സിസ്റ്റർ നമ്മുടെ കോൾ സെൻറ്ററിലേക്കും ചർച്ചിലെ ലീഡേഴ്സിനെയും വിളിച്ച് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നത് ആ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം മകളുടെ ബോഡിയിലേക്ക് വലിയ വ്യത്യാസം വരാനായി തുടങ്ങി. കൈയടി കൊടുക്കാൻ കർത്താവിനെ നമുക്ക്. അതുപോലെ തന്നെ അന്ന് രാത്രിയിൽ ഈ മകളൊരു സ്വപ്നം കണ്ടു. ഈ മകളുടെ പില്ലോയുടെ ചേർന്ന് ഈ ഒരു കൈ കണ്ടു. ആ കൈയിനകത്ത് ഈ മകൾ കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് സൂപ്പർ നാച്ചുറൽ ഡ്രീംസ് ഉണ്ടാകട്ടെ എന്ന് പറ. ഒന്ന് രണ്ട് പേരോട് പറ, അസാധാരണമായ കാര്യങ്ങൾ സ്വപ്നം കാണാൻ പറ. അന്ന് രാവിലെ ഈ മകളെ തന്നെ എഴുന്നേറ്റിരുന്നു. ഈ മകൾക്ക് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കില് മകൾ ഇങ്ങനെ എഴുതി മിറക്കിൾസ് ആർ നോർമൽ എന്ന് എഴുതി. ഒന്നും കൂടെ ചേർന്ന് കൈ അടിച്ചു പറഞ്ഞേ. ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോ ആ ബുക്ക് കണ്ടു. ഡോക്ടർ ചോദിച്ചു എന്താ ഇത് എഴുതിയിരിക്കുന്നേ? നേരം മോള് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഞാൻ എഴുതിയതാ മിറക്കിൾസ് എന്റെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. ഡോക്ടേഴ്സിന് പോലും അതിശയമാകുന്ന വിധത്തിലേക്ക് മോളുടെ ബോഡി വീണ്ടും റിക്കവർ ചെയ്യാനായി തുടങ്ങി. ഇപ്പോ പറയുന്നത് 5 കീമോ കഴിഞ്ഞു, 3 ടെസ്റ്റ് ചെയ്തു, എല്ലാ ടെസ്റ്റിലും നോർമൽ ആണെന്നാണ് സാക്ഷ്യം വരുന്നത്. ഒന്ന് തുള്ളിച്ചാടി ആമേൻ കർത്താവിന് പറഞ്ഞു. ഇവള് കയറി വരുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എന്നെ എക്സൈറ്റ്മെന്റിലാണ് അവള് വരുന്നേ. അതിന്റെ അർത്ഥം കർത്താവ് അവളോട് കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് വലിപ്പം. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ സ്ഥലം എവിടെയാ? തൊടുപുഴയാ? ഓക്കെ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? മോള് എന്തോ സ്വപ്നം കണ്ടേ? മോളെന്ന് പറഞ്ഞേ, അത് കേൾക്കട്ടെ. അത് രാത്രിയിൽ ഞാൻ ജോൺസൺ ബ്രദറെ വിളിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണടിച്ചിരുന്നപ്പോൾ എനിക്ക് എന്താണ്ട് പോലെ തോന്നി. പിന്നെ ആണെങ്കിൽ ഒരു കൈ കണ്ടു, ഒരു വെള്ള ഇത്ര ഉണ്ട് കൈയുണ്ട്. എന്നിട്ട് ആ കയ്യിലാണ് ഞാൻ കിടന്നത് കാണാൻ പറ്റും. നമുക്കറിയാം ആരുടെ കൈയാ അതെന്ന്. ഒന്ന് കൈ അടിച്ചവരെ ആമേൻ പറഞ്ഞേ. നമ്മുടെ ദൈവം എത്ര വലുതല്ലേ? ഒന്ന് ചേർന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്.
അവൾ ഹോസ്പിറ്റലിൽ അന്ന് ആയപ്പോൾ തന്നെ അവളൊരു ബുക്കിൽ അവളുടെ സാക്ഷ്യം എഴുതി വെച്ചു. ഞാനത് ജോൺ ബ്രദറിൻ്റെ അടുത്ത് അഞ്ജലി ചെന്ന് പറയും, വേറെ ആരുടെ അടുത്ത് എനിക്ക് സാക്ഷ്യം പറയേണ്ടെന്ന് അന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനത് പറയാം, ബുക്ക് കൊണ്ടുവന്നില്ല, അത് ഭയങ്കര ഒരു ടെൻഷനായിപ്പോയി. അതിൽ അവൾ അവളുടെ സാക്ഷ്യം കുറിച്ച് വെച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ അന്നേരം തന്നെ ഡോക്ടർ കൊണ്ട് ബോഡി വീക്കായപ്പോൾ പറഞ്ഞു അച്ഛനെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ മാറ്റുന്നത്, നമുക്ക് ശ്വാസം മുട്ടൽ ഓൾറെഡി ഉള്ളതാണ് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, പെട്ടെന്ന് ഇതാകും, അപ്പോൾ ഇത് സെല്ല് പെട്ടെന്ന് ഇത് വളരെ അപകടകാരണമാണ്, അപ്പോൾ അത് കാരണം പെട്ടെന്ന് അച്ഛനെ വിളിച്ചറിയിക്കുക, പെട്ടെന്ന് സ്കാൻ ചെയ്യണം, പിന്നെ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞ് ഇവർ പെട്ടെന്ന് മോളെ ഓക്സിജൻ്റെ ഇതോടുകൂടി തന്നെ ഇവർ സ്കാനിങ് സെൻറ്ററിലോട്ട് കൊണ്ടുപോയപ്പം അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ വന്ന് സൗഖ്യമായതാണ്, ബ്രദർ തൊട്ട് സൗഖ്യമായത്, നടക്കില്ലായിരുന്നു ആക്സിഡൻറ്റ് വന്നിട്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ നല്ല വിശ്വാസം. അച്ഛനെന്ത് സംഭവിച്ചിട്ടുള്ളൂ അത് കേൾക്കട്ടെ ആദ്യം. അപ്പൊ ഒരു സൗഖ്യത്തിന്റെ പരമ്പര ഇവിടെ നടന്നിട്ടുണ്ട്. വേറെ 2018 ഒരു ആക്സിഡന്റ് ഉണ്ടായത്. 2018 ഡിസംബർ മാസം 25-ാം തീയതി ഒരു ബൈക്കും ഓട്ടോയും കൂടെ കൂട്ടി വെച്ച് കാലിന്റെ ചിരട്ടമുട്ട് തകർന്നു പോയായിരുന്നു. അത് ഓപ്പറേഷൻ കോലഞ്ചേരി ചെയ്ത് കഴിഞ്ഞപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ 2019 ഫെബ്രുവരി മാസം 20-21 ആദ്യത്തെ ഡെലിവറൻസ് ഇവിടെ നടന്നപ്പോൾ അവിടുന്ന് പോരണമെന്ന് പറഞ്ഞു. 5 ചുവടെ ഒരു ദിവസം ഡോക്ടർ നടക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവിടുന്ന് 1 മണിക്കൂർ 5 മിനിറ്റ് നടക്കേണ്ട സ്ഥലത്ത് 1 മണിക്കൂർ നടന്ന് അവിടെ ബസ്സിന് കയറി ഫസ്റ്റ് ഇവിടെ ഡെലിവറൻസിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിശ്വാസം കൊണ്ടുവരുന്ന കാര്യങ്ങൾ കണ്ടോ. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. അപ്പോൾ അന്നേരം ഞങ്ങളെല്ലാവരും പറഞ്ഞു പോവണ്ട, ഭയങ്കര തിരക്കാണ്, ടി വിയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര തിരക്കാണ്, പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5 സ്റ്റെപ്പ് ഒരു ദിവസം നടക്കണം. അപ്പോൾ ഞാനിങ്ങനെ നടത്തി, ഞാനും അമ്മയും കൂടി നടത്തി കൊണ്ടുവന്നു. കഴിഞ്ഞപ്പം കണ്ണാടിയുടെ മുമ്പിൽ എന്നെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ നിർത്തിയപ്പം തല ചീകുന്നവരിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ അവിടെ പോവുകയും ചെയ്യും, ഈ വാക്കർ ഞാനിവിടെ ഇട്ടേച്ചു വരും, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. പിന്നെ ബ്രദറെ തൊട്ട് നിനക്ക് വിശ്വാസം ഉണ്ടോ എന്നൊരു വാക്ക ചോദിച്ചില്ല, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. തൊട്ടു. അപ്പം തന്നെ ആ കാലും കൊണ്ട് നടക്കാൻ വയ്യായിരുന്നു വാക്കറല്ലാണ്ട്. വാക്കർ പൊക്കി പിടിച്ചോണ്ടായിരുന്നു അഞ്ജലി ആ സ്റ്റേജിൽ കൂടെ ആൾ ഓടിയത്. അത്രയ്ക്കും വലിയൊരു അനുഗ്രഹമായിരുന്നു. നമ്മൾ മറന്നുപോയതേ ഉള്ളൂ, കാര്യങ്ങൾ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. തനിക്ക് എന്ത് പറ്റിയാടാ? നടക്കത്തില്ലേ നീ? അതിലേ നടക്കത്തുള്ളൂ. ഏത് കാലിനാ കുഴപ്പം? കാണിച്ച കാലിൻ്റെ കുഴപ്പം എവിടെയാണ്? യേശു എടുത്ത് അത്ഭുതകാരം തൊട്ടാട്ടെ, ഈ മുട്ട് ശരിയാവട്ടെ. നടക്ക. ഒന്ന് കൈയടിച്ചു ആമീൻ പറഞ്ഞേ. വടിയായിട്ടേ നടക്കത്തുള്ളൂ. എന്തോ പറഞ്ഞേ? വാക്കറായിട്ടേ നടക്കത്തുള്ളൂ. വാക്കറായിട്ടല്ലേ പറ്റത്തുള്ളൂ എന്നല്ലേ പറഞ്ഞേ? ആ വാക്കരെടുത്തോണ്ട് നടന്നേ, ഞാനത് കാണട്ടെ. ഒന്ന് ചുണയായിട്ട് കൈയടിച്ചേ. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഞങ്ങൾ കാർ എടുത്തു, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. പക്ഷേ എങ്കിലും ഈ മോളുടെ പേരിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോയിട്ട് എന്നെ രക്ഷിച്ച് ദൈവം വിശ്വസ്തന. അവൻ എൻ്റെ മോളെ കൈവിടില്ല. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് കർത്താവിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിന്നു. എന്നിട്ട് പറഞ്ഞ വാചകം കണ്ടോ, എന്നെ രക്ഷിച്ച ദൈവം വിശ്വസ്തനാണ്. പ്രശ്നങ്ങൾ വരുമ്പോ തളർന്നു പോകരുത്, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അടുത്തിരിക്കുന്നവരോട് പറ, പതറരുത്. കേക്കട്ടെ, ഭയങ്കര കാര്യമോ കേൾക്കാൻ. അത് കഴിഞ്ഞിട്ട് മോൾക്ക് ഇങ്ങനെ വന്നു. ഓരോ ഹോസ്പിറ്റലിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ കോട്ടയത്തൊക്കെ ചെന്നിട്ടൊന്നും വയ്യാന്ന് പറഞ്ഞു. അവർ താമസമാണെന്ന് പറഞ്ഞു. രാജഗിരി ചെന്ന് കൺഫേം ആക്കി കഴിഞ്ഞപ്പോഴും ഞാനിരുന്ന് കരയുമ്പോഴും എന്നോട് പറയും, നീ എന്തിനാ കരയുന്നത്, നിനക്കൊരു വിശ്വാസമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയും, ഞാനൊരു അമ്മയല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ എത്രയോ സാഹചര്യങ്ങളിലൂടെ കടന്ന് വീട്ടിൽ നിന്ന് 2 പ്രാവശ്യം ഇങ്ങനെ ഡോക്ടർ വിളിച്ചിട്ട് 4ാമത്തെ കീമോ കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. പെട്ടെന്ന് ഇങ്ങനെ പനി വന്നു. പക്ഷേ കൗണ്ട് 100 നിന്നിട്ടും ആ ഒരു ജലദോഷം പോലും എൻ്റെ കുഞ്ഞിന് വിടാതെ എൻ്റെ കർത്താവ് കരുതി. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. 100ലാണ് കൗണ്ടായി. നിങ്ങൾ ടെൻഷൻ പറയുമ്പോ ഹസ്ബൻഡ് പറയായിരുന്നു, ഇത് എന്റെ മോളെ തൊടത്തില്ലെന്ന് പറയില്ല. എനിക്ക് അത്രയും ധൈര്യം പകർന്നു വന്നു. ഭയങ്കര പവർ. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഭയങ്കര കാല കേട്ടിട്ട്
നമ്മുടെ വിശ്വാസം ചെയ്യുന്ന അത്ഭുതങ്ങൾ എത്ര വലുതാ നോക്കുക. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ് യേശുവേ നിന്ന് വിളിച്ച് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് അത്ഭുതങ്ങൾ സാധാരണമാണെന്ന് പറഞ്ഞ്. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നല്ല, അപ്പോൾ എല്ലാവരും ചോദിച്ചു മോൾക്ക് എങ്ങനെയുണ്ട്. എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല. ഒറ്റയടിക്കുള്ള മറുപടിയാണ്, എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല. ഹസ്ബൻഡ് അങ്ങനെ പറയൂ, അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് എന്താ ഡോക്ടറെ ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ച കാര്യമൊന്നും ആരോടും പറയാൻ എന്ന് പറഞ്ഞ സീരിയസ് ആയിട്ട് മോളെ കാണാൻ വരണമെന്ന് പറയുമ്പോഴും മോളെ കുറിച്ച് ഹസ്ബൻഡ് പറയുന്നത് എൻ്റെ മോൾക്കൊരു കുഴപ്പം. എങ്ങനെ പറയാൻ പറ്റും ചോദിച്ചാൽ അത് ഭയങ്കരമല്ലേ. അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ പിന്നെ എന്ന് വന്നിങ്ങനെ പ്രാർത്ഥനയൊക്കെ റെഗുലറായിട്ട് കൂടും. അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ചർച്ചിൽ നിരന്തരം ഞങ്ങൾ വരാൻ തുടങ്ങി. വീട്ടിലൊരു പിന്നെ സെൽ മീറ്റിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇച്ചിരിയുടെ ഒരു അനുഗ്രഹമായി. അങ്ങനെയിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അതിലും വലിയൊരു അത്ഭുതം നടന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുതിയതായിട്ടൊരു കട ഓപ്പൺ ചെയ്തു. അപ്പോൾ കടയിലെ ചേട്ടൻ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ ഷോപ്പിലൊക്കെ പോകാറുണ്ടായിരുന്നു ജോലിക്കായിട്ട്. എന്നോട് ചോദിച്ചു ഇവിടെ ജോലിക്കായിട്ട് വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞായറാഴ്ച വെച്ച് ബാക്കി എല്ലാ ദിവസവും വരാം, ഞായറാഴ്ച വരാൻ പറ്റത്തില്ല, ചേച്ചി അതോടെ സ്ട്രോങ് ആയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ കൂടെ കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റും. ഈ മോളെ മരണത്തിൽ നിന്ന് വിടുവിച്ച അതേ കർത്താവിനെ നിങ്ങളും മരണത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റും. രണ്ടുപേരോടെങ്കിലും കൈ കൊടുത്ത് പറഞ്ഞ് അത്ഭുതങ്ങൾ സാധാരണമാണ്. ഇന്നും എൻ്റെ യേശു ജീവിക്കുന്നു. ഒന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ആർത്ത് വിളിച്ചൊരു ആമീൻ പറഞ്ഞു. ഒരു സൗഖ്യത്തിന്റെ പകർച്ച ഉണ്ടാകട്ടെ. കമോൺ കമോൺ, കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ചു. ഒരു പകർച്ച ഉണ്ടാകട്ടെ, ഒരു അത്ഭുത വിടുതലുകൾ ഉണ്ടാകട്ടെ, സൗഖ്യത്തിന്റെ ശക്തി ആവരികട്ടെ. ചിലരുടെ വീട്ടിൽ നിന്നും മരണം നീങ്ങട്ടെ. യൂട്യൂബിൽ എന്നെ കാണുന്നവർ അവരുടെ വീടുകളിൽ നിന്നും മരണം നീങ്ങിപ്പോകട്ടെ. വീടുകളിൽ ജീവൻ വ്യാപരിക്കട്ടെ. ഇപ്പം ഞങ്ങളിങ്ങനെ ഷോപ്പിലെ കാര്യം ചോദിച്ചു. അപ്പം ഇങ്ങനെ ഞായറാഴ്ച വെച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ പറയാം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് കിടക്കുന്നത്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി പ്രശ്നമായിട്ട് പോയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടന് പിന്നെ ഞങ്ങളെ വന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു, ഞങ്ങളത് കൊടുക്കാൻ പോവുക, നിങ്ങൾക്ക് വാങ്ങിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, അയ്യോ അതെങ്ങനെയാണ്, ഒത്തിരി പൈസയൊക്കെ ആകുമല്ലേ എന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ ഇതിനൊരു മറുപടി പറഞ്ഞിട്ടേ ഞാൻ മറ്റൊരാളോട് പറയുള്ളൂ, നീ ഇത് വാങ്ങണം എന്ന് പറഞ്ഞു. പുതിയൊരു കഥ 1 വർഷം തമാശ അത്ഭുതം പുറകെ നടക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങളുടെ ചർച്ചിലെ ലീഡേഴ്സിനെ എല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു. നല്ലൊരു അനുഗ്രഹമാണ്, നിങ്ങൾ അതിന് ചൂട് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ലക്ഷം രൂപ പൈസ കൊടുത്ത് അതിൻ്റെ ഫർണിച്ചർ ഉൾപ്പെടെ ഞങ്ങൾ മേടിച്ചു. ഏറ്റവും അനുഗ്രഹമായിട്ട് ഇന്ന് ആ സ്ഥാപനം മുമ്പോട്ട് പോകുന്നു. 1-2 പേരുടെ കൈ കൊടുത്ത് പറഞ്ഞു, നിന്റെ ബ്ലെസ്സിങ് യേശുവിനോടൊപ്പം നിന്നാൽ അത് നിന്റെ പുറകെ നടക്കുമെന്ന് പറഞ്ഞേ. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ജീലാനി ആന്തലോ ഇവർക്കുണ്ടായ ഒരു ടോട്ടൽ വിടുതലാണ് നമ്മൾ കേട്ടെ. ഈ മോളെ കണ്ട ദിവസം എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. ഇവള് വീക്കായിരിക്കുന്നത് കാണുമ്പോൾ വിഷമമായിരുന്നു. പക്ഷേ ഇവള് ചിരിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്ത്. ഒന്ന് കരമുയർത്തി മോളെ അനുഗ്രഹിച്ച്. കർത്താവെ, ഈ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ആരോഗ്യവും സന്തോഷവും ഈ വീടിൽ മുഴുനീളം നിൽക്കട്ടെ. അപ്പ ഈ വീട് നീ അനുഗ്രഹിച്ചതിന് നന്ദിയപ്പ. നന്മകളാൽ നിറച്ചതിന് നന്ദിയപ്പ. അവിടുത്തെ കൃപകളാൽ നിറച്ചതിന് നന്ദിയപ്പ. ഇൻ ജീസസ് നെയിം. താങ്ക് യു മോളെ. അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് തൊടുപുഴയിൽ നിന്നും ബാബു ബ്രദറിൻ്റെ ലൈഫിലുണ്ടായ വലിയൊരു അത്ഭുതമാണ്. 53-ാമത്തെ വയസ്സിൽ കർത്താവ് തനിക്ക് ഒരു തലമുറയെ കൊടുക്കുവാനിടയായിത്തീർന്നു. വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ നിരന്തരമായി പ്രാർത്ഥിക്കുകയും കർത്താവിനോടൊപ്പമായിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ബ്രദർ വളരെ സന്തോഷത്തോടെ പറയുന്നു, ഒരു പെൺകുഞ്ഞിനെ കർത്താവ് കൊടുത്തുവെന്ന്. നമുക്ക് ആ അനുഭവ സാക്ഷ്യത്തിലേക്ക് പോകാം. ബ്രദർ 17 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു, പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കിട്ടിയ സാക്ഷ്യമാണ്. എൻ്റെ ദൈവമേ, എന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഇദ്ദേഹത്തിന് കൊച്ചേ, എൻ്റെ അമ്മ ഒന്ന് കൈ അടിക്കേണ്ട കാര്യമാണല്ലോ. ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല.
സിസ്റ്ററിന്റെ പേര് അംബിക, ബ്രദറിന്റെ പേര് ബാബു. അംബികയും ബാബുവും. ബാബുവിന് തൊടുപുഴയാണ്. ബാബുവിന് എത്ര വയസ്സുണ്ട്? ബാബുവിന് എത്ര വയസ്സ്? 53. കുഞ്ഞിന് 1.5 വയസ്സായിട്ടുള്ളൂ. ഇത് നമുക്ക് തമാശയായി തോന്നുന്ന കാര്യമാണ്, പക്ഷെ വലിയ കാര്യമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. 53 വയസ്സുള്ള ബാബുവിന് കൊച്ചുണ്ട്. വർഷങ്ങളോളം അവർ ട്രീറ്റ്മെന്റ് ചെയ്തു, എല്ലാം വിഫലമായി എന്നാണ് പറയുന്നത്. 53 വയസ്സുള്ള ബാബുവിന് കൊച്ചുണ്ട്. പറഞ്ഞു ഒക്കത്തുള്ളൂ. 53 വയസ്സുള്ള ബാബുവിന് കൊച്ചുണ്ടായി, അതിനൊരു നല്ല ആമീൻ പറഞ്ഞു ഒക്കത്തുള്ളൂ. അല്പനേരം കൂടെ ഒന്ന് സ്തുതിച്ച് യേശുവിന് നന്ദി പറഞ്ഞേ. ഭയങ്കരമല്ലേ? ഇതെങ്ങനെയാ നിങ്ങൾ ഈ മീറ്റിങ്ങിന് വരാനിടയായ? എങ്ങനെയാ ബ്രദർ എഴുതിയിരിക്കുന്നത്? എങ്ങനെയാ മീറ്റിങ്ങിന് വന്നേ? സൂര്യ TV കണ്ടിട്ട് മീറ്റിങ്ങിന് വന്നതാ. ഈ ചേട്ടൻ തന്നെ, ബാബു ചേട്ടൻ തന്നെ പറഞ്ഞൊന്ന് പോയി നോക്കാന്ന്. അങ്ങനെ 53 കൊല്ലത്തിന് ശേഷം ഞാൻ വിചാരിച്ചത് ഇതിന്റെ കൊച്ചുങ്ങൾ വലിയമായിരിക്കും എടുത്തുകൊണ്ട് വരുന്നതെന്നാ. ഹല്ലേലൂയ. പക്ഷെ എന്തായാലും കർത്താവ് ചെയ്തത് ഒരു വലിയ കാര്യമാ, ഭയങ്കര കാര്യമാ, ചിന്തിക്കാൻ വയ്യ. അവര് സ്ഥിരമായി മീറ്റിങ്ങിന് വരികയും പ്രയർ ഗ്രൂപ്പിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും പ്രോഗ്രാം കാണുകയും ചെയ്തു. ഓക്കെ, ആമേൻ. ദൈവം ചെയ്ത അത്ഭുതത്തിന് നമുക്ക് നന്ദി പറയാം. ആമേൻ. ഇത് ജീവിക്കുന്നൊരു സാക്ഷ്യമാണ്. 53 കൊല്ലത്തിന് ശേഷം ഒരു പെൺകൊച്ചിനെ കൊടുത്തു. 53 വയസ്സിലും കൊച്ചുങ്ങളുണ്ടായി. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. അത്ഭുതം എന്ന് പറയുന്നത് ലോകപ്രകാരം സർവ്വസാധാരണമായി നടക്കാത്ത കാര്യമാണ് നമ്മൾ അത്ഭുതമായി കാണുന്നത്. യഥാർത്ഥത്തിൽ കർത്താവ് കൂടെയുള്ള ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്നും അത്ഭുതമുണ്ടാകും, എന്നും അത്ഭുതമുണ്ടാകും. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എൻ്റെ കൂടെ കർത്താവ് ചലിക്കുന്നുവെങ്കിൽ ഞാൻ പോകുന്നിടത്തൊക്കെയും ഞാനൊരു അത്ഭുതമാണ്. നിങ്ങൾ പോകുന്നിടത്തൊക്കെയും നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്, തികച്ചും വ്യത്യസ്തരാണ്. നിങ്ങളുടെ സംസാരത്തിലാണെങ്കിലും നിങ്ങളുടെ മനോഭാവത്തിലാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചലിക്കുന്ന സന്തോഷമാണെങ്കിലും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ്. നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങൾ അനേകർക്കൊരത്ഭുതമാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ദൈവപ്രവൃത്തി നടക്കുവാനിടയാകും. ഹല്ലേലൂയ. ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, യേശുപ്പാ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ചലിക്കുന്നുവെങ്കിൽ ഞാനായിരിക്കുന്നിടത്തെല്ലാം ഞാനൊരു അത്ഭുതമാണ്. കർത്താവേ, എന്നെ കേൾക്കുന്ന കുടുംബങ്ങൾ ഇവർ ആ വീടിനൊരു അത്ഭുതമാകട്ടെ അപ്പാ. ഇവർ ആയിരിക്കുന്ന സമൂഹത്തിന് അത്ഭുതമാകട്ടെ അപ്പാ. ഇവരുടെ കൈകൾ അനേകർക്ക് അത്ഭുതമാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പോൾ ഈ കുടുംബങ്ങളിലെല്ലാം ദൈവശക്തി ചലിക്കട്ടെ അപ്പാ. ദൈവശക്തി ചലിക്കട്ടെ അപ്പാ. ദൈവശക്തി ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കാണുന്ന ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, തൻ്റെ മോണയിൽ നിന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്ലഡ് വരുന്ന ഒരു അനുഭവമുണ്ട്. ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ തനിക്ക് എന്തെങ്കിലും അനർത്ഥം വരുമോ എന്ന്. എന്നാൽ കർത്താവിൻ്റെ കരം ആ വ്യക്തിയെ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ മോണ ഹീലാകട്ടെ അപ്പാ. അപ്പോൾ ആ ബ്ലഡ് വരുന്ന അനുഭവം മാറിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ഇന്ന് രാത്രി മുതൽ കർത്താവെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ. യേശുവേ, പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ, പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ആമീൻ. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ശരീരത്തിലെ ഒരു ഗ്ലാൻഡ് ഇൻഫെക്ഷനായിട്ട് പ്രയാസത്തോടായിരിക്കുന്നു. ശരീരത്തിലെ ഒരു ഗ്ലാൻഡ് ഇൻഫെക്ഷനായിട്ട് പ്രയാസത്തോടായിരിക്കുന്നു. കർത്താവേ, നിൻ്റെ അത്ഭുതകരം ചലിച്ചാട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും യേശുവയുടെ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ ഇവരെല്ലാം അത്ഭുതങ്ങൾ അനുഭവിക്കുന്ന, ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കുന്നവരാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവിധമായ നന്മ ഉൾക്കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ആമീൻ. കർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ.